ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഓണാഘോഷത്തിന്റെ ഒരു ഭാഗമാകാനാണ്. ഫോക്കസ് ഓണത്തിന്റെ ഭാഗമായി ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഓണവിശേഷങ്ങൾ അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് എല്ലാവർക്കും കടക്കാം. ചെണ്ടമേളവും പുലിക്കളിയും കൈകൊട്ടിക്കളിയും എല്ലാമായി വളരെ കളർഫുൾ ആയിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ഇന്നിവിടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഒരുങ്ങി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സദ്യയൊക്കെ കഴിക്കണം. അതിനു മുമ്പ് ഈ കലാപരിപാടികളും ഓണവിശേഷങ്ങളും എല്ലാം കണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ സന്തോഷത്തിൽ പങ്കുചേരാം. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. വീരപ്പനെയും കണ്ടു. അപ്പൊ പുലിനെയാണോ ഇഷ്ടപ്പെട്ടത്, വീരപ്പനെയാണോ ഇഷ്ടപ്പെട്ടത്? രണ്ടുപേരെ ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ ഹാപ്പി ലാൻഡിന്റെ ജീവനക്കാരുടെ ഐക്യം അല്ലേ? അവസാനം പുലി വീരപ്പനെ കടിച്ച് വീഴ്ത്തുമെന്നാണോ അതോ തിരിച്ചാണോ? എന്താണ് നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചോണ്ടിരുന്നത്? പക്ഷെ അവര് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയല്ലേ. ഹാപ്പി ലാൻഡിന്റെ ഓണ പരിപാടികൾ ഇവിടെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ടും ഡാൻസും പുലിക്കളിയും ചെണ്ടമേളവും എല്ലാമായിട്ട് ആഘോഷഭരിതമായ നിമിഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കൈകൊട്ടിക്കളിയാണ്. ഒരു സംഘം പെൺകുട്ടികൾ ദാ ഇവിടെ കളർഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വേപ്പിലയെല്ലാം കയ്യിൽ പിടിച്ചിട്ട് അവർ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കൈകൊട്ടിക്കളിയും കൂടി നമുക്ക് ആസ്വദിക്കാം. അമ്പെടുത്ത് രാമനയണ നേരമതയോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ. പൊന്നുമകൻ മേഘനാഥനും സോദരനും സർവരും ഇന്ന് തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ. പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടികടക്കാൻ മോഹമുദിച്ചല്ലോ. കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ. കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ. ദശമുഖനോ മോക്ഷത്തിനൊരു പടി കടന്നയ്യ. കൊയ്തെടുത്തു ശ്രീരാമൻ രണ്ടാം ശിരസയ്യ.
ദശമുഖനോ മോക്ഷത്തിൻ ഇരുപടി കടന്നയ്യ. ആഞ്ജനേയ സ്വാമി അരികത്ത് രാമരാമേതി ജപിച്ചങ്ങു നിന്നു. ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പുത്തിരി കത്തി വിരിഞ്ഞങ്ങു നിന്നു. ശ്രീരാമ പരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ. കാത്തരുളു ശ്രീരാമ പരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ. ഒന്നാനാം അമ്പെടുത്ത് രാമനയ്യണ നേരമതയോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി. വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട്. എന്തെല്ലാം പുകില് വന്നെന്റെ കൈലാസനാഥ. കൊയ്തെടുത്തു ശ്രീരാമൻ 3 4 ശിരസുകള്. ദശമുഖനോ മോക്ഷത്തിൻ പലപടി കടന്നയ്യ. കൊയ്തെടുത്തു ശ്രീരാമൻ ബാക്കിയുള്ള ശിരസുകള്. ദശമുഖനോ മോക്ഷത്തിൻ വാതിൽ കടന്നേ അയ്യയ്യ. വാനരപ്പടകളിലെങ്ങും രാമജയത്തിൻ അലയൊലിയല്ലോ. ലോകരെല്ലാം പാടി സ്തുതിക്കുന്നു രാമ രാമ ജയ ശ്രീരാമ രാമ. ശ്രീരാമ പരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ. കാത്തരുളു ശ്രീരാമ പരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ. തന്നാരം പാടടോ ചിരുകൂറയിലും അമ്മേ കൊടും നല്ലുരമ്മേ അമ്മേ കൊടും നല്ലുരമ്മേ കറുത്തുവെട്ടി നാട്ടിൽ വെച്ച് മാനിരുത്തും വായിക്കും അമ്മേ അമ്മേ കൊടും നല്ലുരമ്മേ അമ്മേ കൊടും നല്ലുരമ്മേ ഒഴിയെടുത്ത് കരുതി കൊടുത്ത് കോഴിക്കല്ലിൽ കൂടിയ വിധം അമ്മേ കൊടും നല്ലുരമ്മേ അംഗനവാടി അമ്മേ കൊടും നല്ലുരമ്മേ ഓടിയൊടുത്ത് കോമലമായി കോപം കൊണ്ട് കളിക്കും കണ്ട് അമ്മേ കൊടും നല്ലുരമ്മേ അമ്മേ കൊടും നല്ലുരമ്മേ. ഗംഭീരമായൊരു കൈകുട്ടി കളിക്ക് ശേഷം തളർന്ന അവശരായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ടീം ഇവിടെ. ഗംഭീരം എന്ന് പറഞ്ഞാൽ അസാധ്യമായൊരു പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കര എനർജി ലെവലും ആയിരുന്നു. അതുപോലെ സോങ് സെലക്ഷൻ ആൻഡ് കൊറിയോഗ്രാഫി വാസ് ബ്യൂട്ടിഫുൾ. വാശിയേറിയ വടംവലി തുടങ്ങാൻ പോവാണ്. 2 ടീമായിട്ട് 2 സൈഡിലും നിൽക്കുന്നുണ്ട്. 3 വിസിലടിക്കും. 1ാമത്തെ വിസിലിന് അവർ വടം എടുക്കും. 2ാമത്തെ വിസിലിന് റെഡി ആയി നിൽക്കുക. 3ാമത്തെ വിസിൽ ആവുമ്പോഴത്തേക്കും
വലിച്ചു തുടങ്ങും, പിന്നെയാണ് അംഗം. ഓക്കെ, റെഡി ടു സ്റ്റാർട്ട്. മത്സരം തീർന്നിരിക്കുകയാണ്. ഫൈനൽ റൗണ്ടിൽ അവസാനം ടീം ഡി തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. വാശിയേറിയ പോരാട്ടമായിരുന്നു. ടീം ഡി അങ്ങനെ വടംവലി മത്സരത്തിൽ ജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താന്ന് നോക്കിയാലോ. ഹാപ്പി ലാൻഡിന്റെ ഓണം പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വിശേഷങ്ങൾ കുറേ നമ്മൾ കേട്ടു. കുറേ പരിപാടികളും മത്സരങ്ങളും എല്ലാം നമ്മൾ കണ്ടു. ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു, ചെണ്ടകളി ഉണ്ടായിരുന്നു, വടംവലി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പരിപാടികൾ കഴിഞ്ഞു. ഇനി ഓണം എന്ന് കേട്ട നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യമുണ്ട്, ഓണസദ്യ. അത് തന്നെയാണ് ഇനി നമ്മളെല്ലാവരും പോകുന്നത്. ഒരു വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണാനാണ്. ഞാനിപ്പോൾ പായസത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. നല്ല മണമുണ്ട്. പായസം ഏകദേശം റെഡിയായി അല്ലേ? റെഡിയായി. അപ്പം ഇതാണ് നമ്മുടെ ചീഫ് ഷെഫ്. പായസം റെഡിയായോ? റെഡിയായി. എത്ര പായസം ഉണ്ടെന്ന്? 100 പേർക്കുള്ള ഉണ്ട്, സദ്യ ഉണ്ട്. എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളതെന്ന്? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഓണത്തിന്റെ വിഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമ്മളെ കാത്തു നിൽപ്പണം. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. നമ്മളിതാ വിഭവസമൃദ്ധമായ ഓണ സദ്യ ഇവിടെ റെഡിയാണ്. നമ്മുടെ ഹാപ്പി ലാൻഡിന്റെ എല്ലാ ജീവനക്കാർക്കും വേണ്ടി എല്ലാവരും ഒത്തൊരുമയോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ് ഈ ഓണത്തിന്റെ സമയം. അതുകൊണ്ട് തന്നെ വിഭവങ്ങൾക്കൊന്നും ഒരു കുറവില്ല. സമൃദ്ധിയോടുകൂടിയുള്ള സദ്യ തന്നെയാണ് ഇവിടെ. നമ്മൾ നോക്കിയാൽ ഒരു അറ്റത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പച്ചടി, അവിയൽ, തോരൻ, രസം, പലവിധ അച്ചാറുകൾ, തോരൻ, പരിപ്പ് കറി, രസം, സാമ്പാർ, കൂട്ടുകറി, പുളിശ്ശേരി എന്ന് വേണ്ട എല്ലാം ഉണ്ട് ഇന്ന്. ഹാപ്പി ലാൻഡിന്റെ ഓണാഘോഷം ഒരുവിധമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കലാശക്കൊട്ടായിട്ട് എല്ലാവരും ഇരുന്ന് നല്ല അടിപൊളി ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല എല്ലാ വിഭവങ്ങളും ഉണ്ട്. പച്ചടി, കിച്ചടി, കൂട്ടുകറി, തോരൻ, അവിയൽ, സാമ്പാർ, രസം, വറുത്തുപ്പേരി, പഴം എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ കഴിച്ചാൽ മതി. എങ്ങനെയുണ്ട് സദ്യ? സൂപ്പർ, സൂപ്പർ, അടിപൊളി. ഏതാ ഇഷ്ടപ്പെട്ട വിഭവം ഇതിനകത്ത്? പായസം വന്നിട്ടില്ല, എല്ലാം ഒന്നിനൊന്നും. എല്ലാവരും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പരിപാടിയിൽ എങ്ങനെ ക്ഷീണിച്ച്. ഇവരെല്ലാം നമ്മുടെ ആർട്ടിസ്റ്റ് ആണ്. 2 ദിവസം കൊണ്ട് പൊടി പൂരായിരുന്നു ഇവിടെ, ഓണത്തിന്റെ പേരും പറഞ്ഞിട്ട്. അടിപൊളിയല്ലേ? സൂപ്പർ. സർ, എങ്ങനെയുണ്ട് സദ്യ? സദ്യ അടിപൊളിയാണ്, കുഴപ്പമില്ല. ഏതായാലും ആദ്യമായിട്ടാണ് ഞാൻ ഹാപ്പി ലാൻഡിൽ നിന്ന് ഓണസദ്യ കഴിക്കുന്നത്. അതാണ് ആദ്യമായിട്ടാണ് ഇത്രയും വർഷമായിട്ട്. ഇവരുടെ കൂടെ ഓണസദ്യ കഴിക്കാൻ സാധിച്ചാൽ ഞാനും ഭാഗ്യവാനാണ്. നന്നായിരുന്നു. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഓണ പരിപാടികൾ ഇന്നിവിടെ തീരുകയാണ്. എല്ലാവർക്കും നേരുന്നു നല്ല സന്തോഷം നിറഞ്ഞ ഓണ ആശംസകൾ.